അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ തീർന്നു. ഞങ്ങളിത് രാവിലെ കുറച്ച് പുളി ഉണ്ടായിരുന്നതൊക്കെ പെറുക്കിയിട്ടു, ഇന്നലെ ഉടച്ചിട്ടത് ഞങ്ങൾ കൊണ്ട് വെയിലത്തിട്ട്, പുകയിട്ടതൊക്കെ കൊണ്ട് ഒന്നുകൂടി വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഇച്ചിരി വെയിലുണ്ട്. അപ്പോൾ ഉച്ച സമയമായി. നമ്മൾ ഇന്ന് കുറച്ച് ഫുഡ്, ഇന്ന് ഉച്ചത്തേക്ക് ഊണല്ല ഞങ്ങൾ വാങ്ങിട്ടേക്കുന്നത്. അമ്മച്ചി ഉണ്ടാക്കി കഴിഞ്ഞൊരു അമ്മച്ചിയുടെ അടുത്ത് ചെന്നപ്പം അമ്മച്ചി ഒരു നൂഡിൽസ് ഉണ്ടാക്കി കാണിച്ചു, എഗ്ഗ് നൂഡിൽസ്, മുട്ട നൂഡിൽസ്. അപ്പം നമ്മൾ ഇന്ന് അതാണ് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇപ്പോൾ വൈക്കത്ത് പോയി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ നമുക്കിന്ന് എഗ്ഗ് നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കാം. ഉച്ചത്തേക്കുള്ള നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. കറണ്ട് ഇല്ല, അകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് ആണ് ഞങ്ങൾ ഗ്യാസൊക്കെ അവിടെ കൊണ്ടുവച്ച് സ്റ്റൗവിടെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒറ്റ ഇരിപ്പിന് എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒറ്റ ഇരിപ്പിന് തന്നെ നൂഡിൽസ് അങ്ങ് ഉണ്ടാക്കിയേക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം നൂഡിൽസ് വേവിച്ചെടുക്കാം. ഞങ്ങളിത് ഒരു നൂഡിൽസ്, കമ്പനി ഒന്നും പറയത്തില്ല, പെയ്ഡൊന്നും അല്ല, അതുകൊണ്ട് കമ്പനി കാണിക്കേണ്ട കാര്യമില്ല. അപ്പം ഒരു നൂഡിൽസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു കഞ്ഞിയും കൂട്ടാനും കളിച്ച പണ്ടത്തെ ഒരു നൊസ്റ്റാൾജി ഓർമ്മ വരുന്നത്. കാരണം എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇനി എഴുന്നേക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിത് ഇതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, സവോള, പിന്നെ ഒരു 4 മുട്ടയും, പിന്നെ നെയ്യ്, കുറച്ച് കുരുമുളക് പൊടിച്ചത്. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഉപ്പ്, വെള്ളം, ഇത്രയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. പിന്നെ ക്യാപ്സിക്കം ഒക്കെ ഉപയോഗിക്കാം, മേടിച്ചില്ല, അതുകൊണ്ട് ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത്ര എടുത്തു, എന്തൊക്കെ വേണ്ടി പൊടിച്ചിട് അത് ഇതിനകത്ത് വെച്ചടിക്കും. അപ്പം അതിനകത്ത് തന്നെ കിടന്നോളൂ. കാണിക്കുന്നത് നീ പിച്ചി ചീന്തുവാണ്. ഒരു പനിനീർ പൂവിനെ നീ പിച്ചി ചീന്തി കുറച്ച് താഴ്ത്തു. നമ്മൾ നൂഡിൽസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇടുവാണ്. ആദ്യം നമുക്കിത് വേവിച്ചെടുക്കാം, പിന്നെ നമ്മുടെ മുട്ടയൊക്കെ സെറ്റാക്കാം. ഗൈസ്, നല്ല കിടിലൻ കാറ്റുണ്ടോണ്ട് ഗ്യാസ് അതെ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ പാത്രങ്ങളൊക്കെ ഷോർട്ട് ആയതുകൊണ്ട് ഉള്ള പാത്രം വെച്ച് ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കുവാണ്. അതെ, നമ്മുടെ നൂഡിൽസ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് നെയ്യ് ഒഴിച്ചുകൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അടുത്തത് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യണ്ടേ, സവോള, ക്യാരറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ട് ഇതിൻ്റെ ബാക്കി സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ആദ്യം നമുക്ക് ക്യാരറ്റും സവോളയും ഒന്ന് വാട്ടിയെടുക്കണം. ഇത് ചൂടായി കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിക്കാവുള്ളൂ. നെയ്യ് ഒഴിച്ചിട്ടല്ലേ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റേ സംഭവത്തിന് ബട്ടർ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അന്ന് അമ്മച്ചി നമുക്ക് ഉണ്ടാക്കിയത് ബട്ടർ കൂടി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ നെയ്യ് ഉപയോഗിച്ചാൽ. ഇപ്പോഴത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു. ഇനി ക്യാരറ്റ് ഇടാൻ പോവാണ്. അത് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം സബോള കൂടി ഇടാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കുന്ന അത്രയും പാടണ്ട, എന്നാലും ഒരു മീഡിയം രീതിയിൽ പാടല്ല, വാടരുത്, കളിയാക്കുന്നു. അപ്പം ഒരു മീഡിയം രീതിയിൽ ഒന്ന് വാടി വന്നാൽ മതി. അപ്പം ക്യാരറ്റും സവോളയും വാടി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേർക്ക് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. അയ്യോ, മുട്ട പൊട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ചില്ല ഗൈസ്. അതെന്നെ തൊട്ടപ്പോഴങ്ങ് പൊട്ടിപ്പോയി. ഇത് ശരിയായില്ല. നീ തന്നെ പിടിച്ചോ, ഇളക്കിക്കോളാം. ഇളക്കാൻ തുടങ്ങണം. നമ്മൾ മുട്ട പൊട്ടിക്കാൻ വീണ്ടും പരാജയമായിരിക്കുന്നു. ഇളക്കട്ടെ, അടി പിടിക്കും. പിന്നെ മുട്ട വേകുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം.
പിന്നെ ഇതിനൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. അപ്പം എന്തേ നമ്മുടെ മുട്ട നല്ലോണം വെന്തു. മുട്ടയും ക്യാരറ്റും സവോളയും കൂടി നല്ലോണം മിക്സായി വെന്തു. ഇനിയിപ്പോൾ നമ്മളിത് എടുത്ത് ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഇനി തവി വെച്ച് അങ്ങോട്ട് ഇടും. ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതെ നമ്മുടെ നൂഡിൽസ് ലാസ്റ്റ് സ്റ്റെപ്പായി. കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതേ കുറച്ച് ഉടഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എടുത്ത് നോക്കാം, കഴിച്ചു നോക്കാം ഇനി എങ്ങനെയുണ്ടെന്ന്. അപ്പം അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള സംഭവം എടുത്ത് വെച്ച് ഇനി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം ഇത് എങ്ങനെയുണ്ടെന്ന്. കഴിക്കരുത്, തമ്പനയിൽ എടുക്കണം. തമ്പനയിൽ എടുത്തിട്ട് കഴിച്ചു നോക്കാം. എന്നാ വീഡിയോ റെക്കോർഡിങ് ഓണാക്കി ഞങ്ങൾ തമ്പനയിലൊക്കെ എടുത്തു ഇത് കഴിച്ചു നോക്കാം. കുഴഞ്ഞു പോയി. നൂഡിൽസ് ഇത്തിരി കുഴഞ്ഞു പോയി, പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ബെറ്റർ അമ്മച്ചി ഉണ്ടാക്കി ബട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ നെയ്യ് ഇട്ട കാരണം അത്രയ്ക്ക് അങ്ങോട്ട് നെയ്യുടെ ഒരു ടേസ്റ്റ് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നൂഡിൽസ് ഇത്തിരി വെന്ത് പോയി, കുറച്ചുകൂടി വേവ് കുറച്ചെടുത്താൽ മതിയായിരുന്നു. അത് കുഴപ്പമില്ല, ഉപ്പൊക്കെ കറക്റ്റായിരുന്നു, പാകത്തിന് ഉണ്ട്. മുട്ടയുടെ ടേസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഉച്ച ഊണ് നൂഡിൽസ് ആയിരുന്നു. ഉച്ച ഊണല്ല, നൂഡിൽസ് ആയിരുന്നു ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് വെച്ചത്. എന്തായാലും തിരക്കേടില്ല, കുഴപ്പമില്ല. കുറച്ച് ബട്ടറൊക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, ഇനിയും നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പഠിച്ചോണ്ടിരിക്കണം.